എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല അല്ലേ? ഞാൻ മഹാമണി മഹാമുന സുതകുമാരൻ. മഹാമണി മഹാമുന സുതകുമാരൻ എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഞാൻ മലയാളം മാത്രമേ സംസാരിക്കൂ. വേറൊന്നും സംസാരിക്കില്ല, മലയാളം മാത്രമേ, മലയാളത്തിലാണ് സംസാരിക്കുന്നത്. എന്താണ് അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ പരിപാടി ഉണ്ടല്ലോ, ദയവ് ചെയ്ത് പുഞ്ചിരിക്കൂ എന്ന് പറയുന്ന ഈ പരിപാടിയില്ലേ, അപ്പൊ ഈ ദയവ് ചെയ്ത് പുഞ്ചിരിക്കൂ എന്ന പരിപാടിയില് മലയാളം മാത്രം സംസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു മത്സരം ഉണ്ടായിരുന്നു. ആംഗലേയം പറയാൻ പാടില്ല. അതെ, ആംഗലേയം പറയാൻ പാടില്ല. അങ്ങനെ അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഇവിടെ ഒന്ന് വരണമെന്ന്. കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ ആ പ്രയാസങ്ങളെ പരിഹരിക്കുവാനായിട്ട് ആണ് ചില കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ആ കുട്ടികൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. കാരണം എങ്ങനെയാണ് ഇപ്പൊ ഇവര് 3 പേരുണ്ടല്ലോ, അബീക്ക, നസീർക്ക, കൽപ്പന ചേച്ചി, ഇവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് വന്നത്? അപ്പൊ വന്നതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഞാൻ വന്നതെന്ന് പറയാം. ഞാൻ എന്റെ നാടായ പരപ്പനങ്ങാടിയിൽ നിന്നും മുച്ചക്രവാഹനമായ റിക്ഷാ വണ്ടിയിൽ കയറി, അവിടെ നിന്ന് തീവണ്ടിയിൽ കയറി, തമ്പാനൂർ തീവണ്ടി പാതാലയത്തിൽ ഇറങ്ങി, അവിടെ നിന്ന് തൈക്കാടുള്ള ഇവരുടെ ശബ്ദലേഖന കേന്ദ്രത്തിലേക്ക് ഞാൻ എത്തുന്നു. അവിടെ നിന്ന് ഈ ഗോർക്കി ഭവൻ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തിയിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇത് ഇത്രേ പറയാനുള്ളൂ. പിന്നെ കുട്ടികൾക്കുള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സാധനങ്ങൾക്ക് മലയാളത്തില് ഭാഷ്യം കണ്ടുപിടിക്കാനുള്ള ഒരു വൈദഗ്ധ്യക്കുറവാണ്. അതിന് ഞാൻ ഒരുപാട് സാധനങ്ങൾ, നിങ്ങൾ ഇപ്പൊ ഏത് സാധനം ജൂറിക്ക് വേണമെങ്കിൽ ചോദിക്കാം. സോപ്പ്, അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു. വളരെ എളുപ്പമാണ്. സോപ്പിന്റെ മലയാളം വളരെ എളുപ്പമാണ്. നമ്മൾ തേച്ച് കുളിക്കുന്നല്ലേ? വളരെ എളുപ്പമാണ്. പദയുൽപാദന പിണ്ഡം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഉള്ള. അതെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. നിലനിൽപ്പ് കസേര നരൻ. അയാൾ തന്നെ അതിലിങ്ങനെ ആ കസേരയിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങി കിടക്കുകയാണെങ്കിൽ നിലനിൽപ്പ് കസേര നരാധമൻ എന്നും പറയാം. നിലനിൽപ്പ് കസേര നരാധമൻ. നരാധമൻ. അന്ന് ഞാൻ അടുത്ത് പറയാം. സ്റ്റാപ്ലർ. എന്താ സ്റ്റാപ്ലർ? ഈ പുസ്തകത്തിന്റെ മുകളിൽ അതെങ്ങനെ പിൻ ചെയ്ത് പിടിപ്പിക്കുന്നത്? പ്ലക്ലവ് എന്ന് പറഞ്ഞാൽ അടിക്കുന്ന സാധനല്ലേ? അതെ. അതിന് പേര് പറയാം. വളരെ എളുപ്പമാണ്. മുഖ്യാങ്കുലി മർദ്ദിത വളഞ്ഞ കമ്പി ഘടികം. അതാ പറയാ ടൈപ്പ്റൈറ്റർ. എന്താ ടൈപ്പ്റൈറ്റർ? ഈ മറ്റേ സാധനം. അതെ. അടിക്കുന്ന സാധനല്ലേ? അതല്ലേ? അതെ. അത് വളരെ എളുപ്പമാണ്. അങ്കുലി മർദ്ദന മുദ്ര നിയന്ത്രണ യന്ത്രം. സ്വിച്ച്. അങ്കുലി മർദ്ദന മുദ്ര നിയന്ത്രണ യന്ത്രം. സ്വിച്ചിന് എന്താ നമ്മള് സ്വിച്ച്? അത് വളരെ എളുപ്പമല്ലേ? വൈദ്യുത ഗമനാഗമന നിയന്ത്രണ നിവാരണ സൂത്രം. അത് ഞാൻ കേട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. ബ്രഷ്. വായിലിടും മുടിനാർ യന്ത്രം. മുടിനാർ യന്ത്രം. എന്താ ചോദിക്കാനാ? ടെലഫോൺ. പരസ്പര ഭാഷിണി. അതെ, മൊബൈൽ ഫോൺ. പരസ്പര സഞ്ചാര ഭാഷിണി. എന്റെ മാഷ ഇത് എവിടെ നിന്ന് ഒപ്പിച്ചത്? ടെലിവിഷൻ. ഇടയ്ക്ക് ഈ കത്തിക്കുന്ന സാധനം വഴി കൂടെ നടന്നു പോകുമ്പോ കത്തിക്കുന്ന സാധനത്തിന് പറഞ്ഞില്ലല്ലോ. അതെന്താണത്? എന്താ വഴി കൂടെ നടന്നു പോകുമ്പോ കത്തിക്കുന്ന സാധനല്ലേ? ഇങ്ങനെ ഞെക്കി ടോർച്ച്. അത് വളരെ എളുപ്പമാണ് മലയാളത്തിൽ പറയാൻ. ഇതൊക്കെ ഇങ്ങനെ പറയാൻ നാക്കൊക്കെ പഠിക്കണം. ഈ ആംഗല ഭാഷയിലൊക്കെ പറയാൻ. എന്ത്? ഹസ്തമർദ്ദിതാങ്കുല പ്രകാശിനി. ടോർച്ച്. ഹസ്തമർദ്ദിതാങ്കുല പ്രകാശിനി. ടെലിവിഷൻ. അത് വളരെ എളുപ്പല്ലേ? കണ്ണീരുൽപാദന യന്ത്രം. അപ്പോ ഇത്രയും മതിയെന്ന് തോന്നുന്നു. സ്റ്റൂള്. ഈ 4 കാലുള്ള അതാണെങ്കിൽ 4 കാലിപ്പീഠമെന്നും 3 കാലുള്ളതാണെങ്കിൽ 3 കാലിപ്പീഠമെന്നും പറയാം. വെരി ഗുഡ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇനിയും താല്പര്യമുള്ളവർ എൻ്റെ പരസ്പര സഞ്ചാര ഭാഷിണിയുമായി ബന്ധപ്പെടുക. സത്യം പറഞ്ഞാല് ഈ സ്മൈൽ പ്ലീസ് എന്ന പ്രോഗ്രാം കൊണ്ട് ഇത് ചിരി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഒരു വലിയ ഇൻഫർമേഷൻ കൂടിയാണ് പാസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ സ്വിച്ചിന്റെ മലയാളം മാത്രമേ ഞാൻ വരെ കേട്ടു. ഞാനും മലയാളം മെയിൻ ആയിരുന്നു. വളരെ പെർഫെക്റ്റ് സാധനമാണ് കേട്ടോ. സത്യം. ഇതൊക്കെ ഒന്ന് എഴുതി തരണം കേട്ടോ. ഒരു സിനിമ പ്രൊഡ്യൂസർ ആവാൻ ഇഷ്ടമാണ്.